സെസ്മി മിൽക്ക്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. പശുമ്പാലിനേക്കാളും ഒരുപാട് ഗുണങ്ങൾ കൂടുതലുമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. സെസ്മി മിൽക്ക് തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് വെളുത്ത എള്ളോ കറുത്ത എള്ളോ ഉപയോഗിക്കാം. ഞാനിവിടെ വെളുത്ത എള്ളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വെളുത്ത എള്ള് 50 ഗ്രാം, ഏകദേശം ഒരു 5.5 ടേബിൾ സ്പൂൺ എടുത്ത് ഒന്ന് കഴുകിയെടുക്കണം ആദ്യം. അതിനുശേഷം അതിലേക്ക് കുതിർക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്തെടുക്കണം. ഞാനിപ്പോൾ ഓൾറെഡി കുതിർക്കാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് കുതിർത്തെടുത്തു. നമുക്ക് ഇതേ രീതിയിൽ തന്നെ കറുത്ത വെള്ളം വെച്ചും ചെയ്താൽ മതി. വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ ഇതിലത്തെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് ഈ അരിച്ചെടുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ 50 ഗ്രാം എള്ളിന് നമുക്ക് 500 ml വെള്ളമാണ് വേണ്ടി വരിക. അപ്പോൾ അത് മുഴുവനായി ചേർക്കണം എന്നില്ല, കുറേശ്ശെ ചേർത്ത് അടിച്ചെടുക്കണം. ആദ്യം ഞാൻ ഇതിൽ പകുതി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുക്കാനായിട്ട് നമുക്ക് നല്ല കോട്ടൺ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ കോട്ടൺ ബാഗോ ഉണ്ടെങ്കിൽ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ ചേർത്ത് കൊടുത്ത് നന്നായി കൈകൊണ്ട് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പയാണ് യൂസ് ചെയ്യുന്നത് അരിച്ചെടുക്കാൻ. ഇനി അതിലേക്ക് ഈ പാല് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കണം. നന്നായി അരിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഈ പൾപ്പ് നമുക്ക് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 500 ml പകുതിയെ ചേർത്തിരുന്നുള്ളൂ. അതായത് 500 ml എന്ന് പറയുമ്പോൾ ഏകദേശം 2 കപ്പ് വെള്ളമാണ് വരിക. അപ്പോൾ ഞാൻ 1 കപ്പ് മുമ്പ് ചേർത്തിരുന്നു. ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എള്ള് ഉപയോഗിച്ചിട്ടുള്ള പാല് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലാൻ ബേസ്ഡ് മിൽക്ക് ആകുമ്പോൾ നേരിട്ട് ചൂടാക്കാൻ പറ്റില്ല. നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് എപ്പോഴും ചൂടാക്കുന്നത്. ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ പാല് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കണം. ചെറുതായി ഒന്ന് ചൂട് കയറുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഞാനിതിപ്പോൾ ചൂടാക്കി എടുത്തതാണ്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. എള്ള് ഉപയോഗിച്ചിട്ടുള്ള പാല് തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, എന്നാൽ നല്ല ഹെൽത്തിയുമാണ്. മുതിർന്നവർക്ക് കുടിക്കാനാണെങ്കിൽ ഇതിൽ ഷുഗറൊന്നും ആഡ് ചെയ്യാതെ തന്നെ ഇങ്ങനെ തന്നെ കുടിക്കാം. ഇനിയിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇതുപോലെ പാം ഷുഗർ, അതായത് പനഞ്ചക്കര വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തത്, ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു. പനഞ്ചക്കര അല്ലെങ്കിൽ പാം ചാകരയുടെ സിറപ്പും മധുരത്തിന് വേണ്ടി ഉപയോഗിക്കാം. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഈ പാല് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അളവിൽ തന്നെ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് 50 ഗ്രാം എള്ള് എടുക്കുമ്പോൾ അതിന് 500 ml വെള്ളം ചേർക്കണം. ഒരു വ്യത്യസ്ത ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.